പ്രിയപ്പെട്ടവരെ, അടുത്തത് നമുക്ക് മിമിക്സിനും ഡാൻസിനും ഒരല്പം ഇടവേണം. സോറി, ഡാൻസിനും പാട്ടിനും ഒരല്പം ഇടവേണം. അടുത്ത് ചെയ്യാൻ പോകുന്നൊരു മിമിക്സ് ആണ്. നിങ്ങൾ ഒരുപാട് മിമിക്രി പ്രോഗ്രാമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മിമിക്രി ചെയ്യാൻ വന്നിരിക്കുന്നത് പാവപ്പെട്ട ഒരു പയ്യനാണ്. ഈ ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കലാകാരനാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു നിറഞ്ഞ കൈയടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ പയ്യനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താം. ഞാൻ തന്നെയാണ്. ആരും ദൈവത്തിൽ ഉറക്കാൻ ഉപദ്രവിക്കരുത്. എന്റെ കൂടെ നിൽക്കണം. നമ്മുടെ പരിപാടിയാണിത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കലാകാരനാണ്. എനിക്കും ഫ്ലൈറ്റൊക്കെ പിടിച്ച് പുറത്തുനിന്നവരെ അറിയാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരല്പം ഇടവേളയ്ക്ക് വേണ്ടി ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഇവിടെ മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മലയാള സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമാണ്. ഇതാ ഇവിടെ നടക്കുന്ന ഈ പാട്ട് പ്രോഗ്രാം പോലെ തന്നെ മലയാള സിനിമാ താരങ്ങൾ കുറച്ച് പാട്ട് പരിപാടിയായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അന്താക്ഷരി എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. സാധാരണ 4-5 മിമിക്രിക്കാർ നിരന്തരം ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇവിടെ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. താങ്ക് യു. ആദ്യമായി മലയാള സിനിമയിൽ ജനറേറ്ററിന്റെ സൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നടനുണ്ട്, ശ്രീ MS തൃപ്പൂണിത്തുറ. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങിയാണ്. ഒരു 10-20 നടന്മാരും കുറച്ച് രാഷ്ട്രീയ നേതാക്കളും വന്ന് പോവുകയാണ്. തുടങ്ങിക്കോട്ടെ. ഓടല്ലേ കടിക്കാതെ ഉണ്ണിക്കൃഷ്ണൻ ഏതോ കേട്ടിരിക്കുന്നു. എന്റെ മോളുണ്ടല്ലോ ഭാഗ്യവതി, രാവിലെ കളിച്ചും തിരിച്ചും മോളയിലേക്ക് വന്ന തിരിച്ചു വന്നത് ഒഴിയാ പാതയല്ല. താൻ അത്രയും ഒരു കണ്ട ആ പാതയൊന്നും ഒഴിപ്പിക്കണം. എന്നാ പിന്നെ ഞാനൊരു പാട്ടോട് പാടാം. ഏതാ പാട്ട്? മുല്ലപ്പൂക്കല്ലിനോ മുക്കുറ്റി കള്ളിലോ അന്യമല വെളിയിലോ ഞാൻ വഴങ്ങി ഏനറിയില്ല ഏനവനം കാട്ടിലെ മരം കുറവാ. എടോ മരം കുറവാ. അയ്യോ, ഇത്രയും വയറുള്ള തനിക്ക് മരം കുറവാണെന്നുള്ളൂ. ഞാനൊരു പാട്ട് പാടാം. മാനസേശ്വരി മാപ്പ് തരൂ നൃത്തന പന്നി. ഇങ്ങനെയാണ്ടോ പാട്ട് പാടണ്ടേ? എടാ, ഒരു പാട്ട് പാടുമ്പോ ഈണം വേണം, അതിന് താളം വേണം. ദേ കേട്ടോ, സ്വർഗനായകൻ നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു. എടി പുഷ്പവാദിയും കൊടുത്തു വെച്ച് നഗ്നവാരി അകത്തേക്ക് വാടി. എടി അകത്തേക്ക് വരാനാ പറഞ്ഞേ. എടി വാടി. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. താനെന്ത് വിട്ടിട്ട് നോക്കിയാണോ ഈ പറയുന്നത്? പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോട് നഗ്നവാദിയായിട്ട് അകത്തേക്ക് വരാനോ? ചിലപ്പോൾ അവൾ മാത്രമായിരിക്കില്ല അവനെ. ഞാനും ഒരു പാട്ട് പാടാം. വാമനോ രഞ്ജിനി. ആ സൂപ്പർ സുരാസുന്ദരി. എടി നടന്നിരുന്ന കഥയിലെ ദമയന്തിയല്ലേ? കണ്ണസുഖത്തിൻ കാര്യം ശകുന്തളയല്ലേ? ഹോംവർക്ക് ക്യാമ്പിന്റെ മധുപാത്രമോ മധുപാത്രമോ ഗർഭപാത്രമോ ഏതാണെന്ന് എനിക്കറിയില്ല.